ലവ് പീസ് ആൻഡ് ജോയ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിന്ന് അത്ര സുഖമില്ല. അതായത് നമ്മളുടെ ബോഡി എക്സ്പാൻഡ് ആവണമല്ലോ. ഓരോ വീക്ക് കഴിയുന്തോറും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി. ഇപ്പോൾ ബാക്ക് പെയിൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ബാക്ക് പെയിൻ. പിന്നെ പെൽവിക് റീജിയനിൽ ചെറിയ പെയിൻ. അധികം നേരം നിൽക്കാനും ഇരിക്കാനും ഒന്നും പാടില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്ത് തുടങ്ങണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ നന്നായിട്ട് റെസ്റ്റ് തന്നെ ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ഓൾറെഡി പല വ്ളോഗ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ ആയപ്പോൾ, ഈ എസ്പെഷ്യലി ക്രിസ്മസ് ഈ ഒരു ഡിസംബർ ആയപ്പോൾ ഫുൾ ഓഫ് എനർജിയാണ്. അത് ഒന്നും പറയണ്ട. അത് ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി എനിക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആണ് ഞാൻ ചെയ്യാൻ. പക്ഷേ മമ്മിയെല്ലാം ഇന്നലെ വിളിക്കുമ്പോഴൊക്കെ പറയണമായിരുന്നു, മമ്മി കിടക്കണം, കുറച്ച് നേരം കിടക്കണം എന്നുള്ളത്. എനിക്ക് സാധാരണ ഒട്ടും കിടക്കാറില്ല എന്നുള്ളതാണ്. നാപ്പൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇനി മുതൽ ഞാൻ വിചാരിച്ചു പയ്യെ കുറച്ച് നേരമെങ്കിലും വെറുതെ കിടക്കണം എന്ന് വിചാരിച്ചു. യെസ്, അപ്പോൾ അതാണ് എൻ്റെ ഒരു വിശേഷം. അത്ര വലിയ സുഖം തോന്നുന്നില്ല ഇന്ന്. പക്ഷേ ആസ് ഐ സേ, ഐ ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ക്രിസ്മസ് ഇൻസൈഡ് മീ. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ജസ്പോയുടെ ക്രിസ്മസ് ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ പോണേണ്. ഞങ്ങൾ ആ ക്രിസ്മസ് സോക്സ് തുറന്ന് നോക്കിയായിരുന്നു. കൊച്ച് എന്തൊരു തോട്ട്ഫുൾ ആയിട്ടാണ് അവൻ എഴുതിയേക്കണമെന്ന് അറിയോ. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നില്ല. മേ ബി അവൻ ഗിഫ്റ്റ് അൺറാപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ കാണിക്കാം. അതായത് കൊച്ച് എഴുതിയേക്കുന്നത് പോലും ഞങ്ങളുടെ സിറ്റുവേഷൻ, ഡാഡക്കും മമ്മിക്കും ഇപ്പോൾ ഇങ്ങനത്തെ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയാണ് അവനത് എഴുതിയേക്കുന്നത്. പറയുമ്പോൾ തന്നെ ഞാൻ ഇമോഷണൽ ആവുന്നത്. താങ്കിങ് ഓൾ മൈറ്റി. ഒന്നും പറയാനില്ല. അപ്പോൾ കൊച്ചു എഴുതിയേക്കുന്നത് അത്ര വലിയ കാര്യങ്ങളൊന്നുമല്ല. എന്നാൽ പോലും അവന് ഓപ്ഷൻസാണ് കൊടുത്തേക്കുന്നത്. ഒരെണ്ണത്തിന് കുറച്ച് കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവൻ അതില്ലെങ്കിൽ ഇതായാലും മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് എഴുതി വെച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞങ്ങൾ രണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. കാരണം അവൻ ഉദ്ദേശിച്ച ഒരു ഗിഫ്റ്റ് നല്ല കോസ്റ്റ് പോകാവുന്നൊരു ഗിഫ്റ്റാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം 20 pounds തുടങ്ങിയുള്ള റേഞ്ചും അങ്ങനത്തെ ഒരു റേഞ്ച് ഓഫ് പ്രൈസിൽ വരുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ളൊരു നമ്മൾ വാങ്ങി. പിന്നെ അവൻ പറഞ്ഞാൽ മറ്റേ സംഭവവും വാങ്ങിച്ച് നമുക്ക് നോക്കാം അവൻ എങ്ങനെയൊക്കെ അവൻ റിയാക്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ അത് പാക്ക് ചെയ്യാൻ പോണേണ്. അപ്പോൾ അത് പാക്ക് ചെയ്ത് ക്രിസ്മസ് ട്രീയുടെ അടിയിൽ ഞാൻ ഇപ്പോഴേ വെക്കാം. അവനോട് പറയാം നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണേ എന്നുള്ള രീതിയിൽ 2-3 ബോക്സ് വെക്കാം എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ആൾക്ക് സംശയം വരില്ല. സോ അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് സ്റ്റാർസും നമ്മുടെ സ്നോ ഫ്ലേക്സും മാക്സിമം ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കണേണ്. വേറെ പുതിയ ഐറ്റം ജസ്റ്റ് പോയി വന്നിട്ട് നമുക്ക് നോക്കാം, അവനോട് ചോദിക്കാം. യെസ്, അങ്ങനെ അതെ മിസ്റ്റർ ആൽവിൻ എത്തിയിട്ടുണ്ട്. മിസ്റ്റർ ആൽവിൻ കുറേ നാൾക്ക് ശേഷം ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കി, അത് ഞാൻ കഴിച്ചതേ ഇല്ല. എനിക്ക് തിന്നാനേ തോന്നണ്ടായിരുന്നില്ല. എനിക്ക് കഴിക്കാൻ തോന്നുന്നത് ഡാഡിയുടെ ബിരിയാണിയാണ്. അത് പക്ഷേ കിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് ആൽവിൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു. എനിക്ക് വയ്യ. അപ്പോൾ നമ്മൾ അരിയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ എയർ ഫ്രയറിൽ ചെയ്യണതാണ് ആൽവിൻ ഇപ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നിരുന്നതാണ്. ഞാനത് കാണിക്കാട്ടോ, ഒരു മിനിറ്റ്. ഇപ്പോൾ ആൽവിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ മറന്നുപോയി വ്ളോഗ് എടുക്കാൻ, ബിരിയാണിയുടെ വ്ളോഗ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചില്ല. പക്ഷേ പോട്ടെ. അപ്പോൾ ഇതേ നമ്മൾ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത് ഇപ്രാവശ്യം. ഫസ്റ്റ് ടൈം ആണല്ലേ. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വറുത്തെടുക്കാറ്. ഇപ്രാവശ്യം എയർ ഫ്രയറിലാണ് ചിക്കൻ. അതന്നെ, ഗ്യാസിനാണ് പ്രശ്നം വരുന്നത്. കറണ്ട് പിന്നെ സീനില്ല. അരി വേവിച്ച് വെച്ചേക്കണേണ് ഓൾറെഡി. ഇനി നമുക്ക് മസാലയൊക്കെ സെറ്റ് ചെയ്ത് ദമ്മടിക്കണം. കൊള്ളാട്ടോ, അതേത് ഉണ്ടോ നമ്മൾ എയർ ഫ്രയറിൽ ചെയ്തെടുത്തതാണ്. ഞാൻ കഴിച്ചൊക്കെ നോക്കി, സാമ്പ സെറ്റാണ്. എണ്ണയുടെ അത്ര ആവശ്യവുമില്ല. എനിക്കാണെങ്കിൽ എണ്ണയുടെ സ്മെല്ലിന് പറ്റൂല കേട്ടോ, അതാണ് മെയിൻ കാര്യം. ചിക്കൻ്റെ ആ ഒരു ഫ്രൈ ചെയ്യണ സ്മെല്ലില്ല. ചിക്കൻ മാത്രമല്ല, എന്താണെങ്കിലും അത് ഫ്രൈ ചെയ്യുമ്പോഴുള്ള ഒരു സ്മെല്ലിനോട് ഒട്ടും താല്പര്യമില്ല ഇപ്പോഴായി. പിന്നെ ആൽവിൻ ഹായ് ഒക്കെ പറയൂ. ഇത്രയും സ്റ്റാർസ് ഉണ്ടാക്കിയിട്ടാ 5 ആയിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല രസമുണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റെഡ് ആയതുകൊണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റാക്കാൻ പോകണം. ഇനി ബിരിയാണിയുടെ മസാല റെഡിയാക്കാൻ പോകുന്നു. ക്രിസ്മസ് ആയിട്ട് എപ്പോഴും ഞങ്ങൾക്ക് കേക്കാണ്.
ഇതിപ്പോ ഞങ്ങളുടെ സെറിൻ പിന്നെയും കൊടന്ന് 3ാമത്തെ കേക്കാണ് ഇപ്പൊ ഈ വ്ളോഗ് മാസം തുടങ്ങിയിട്ടുള്ളത് അല്ലേ. എനിക്ക് കഴിക്കാൻ പറ്റൂല ചോക്ലേറ്റ് കേക്ക് എന്റെ ഫേവറേറ്റ് ആണ്. അതിന്റെ ഉള്ളിൽ എന്തുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ എന്തുണ്ട്. അപ്പനും മോനെ കൊടുത്ത് എങ്ങനെയാണോ വെച്ചുമോ കേക്ക് നല്ലതാണോ ചോക്ലേറ്റ് വെച്ചുമോ ബിരിയാണി. ഗൈസ് നമ്മുടെ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ പറയാതിരിക്കാൻ വയ്യ എനിക്ക്. നമ്മൾ വേഗം കഴിച്ചു, കാരണം ആൽവിൻ കഴിച്ചിട്ട് പോയി ആള്. 1 മണിക്കൂർ എന്തോ കിടന്നുള്ളൂ. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് നൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ ആള് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയുള്ളൂ. എണീറ്റ് 5 മണിയായപ്പോൾ എണീറ്റ് നമ്മൾ വേഗം ഒരുമിച്ചിരുന്ന് കഴിച്ച്. ജസ്റ്റ് പോയി ഞാനും ആൽവിനും കൂടി കഴിച്ച് ആൽവിൻ പോയി. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ റിവ്യൂ പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്യണത്. എയർ ഫ്രയറിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ആ ഒരു ചിക്കൻ, സാധാരണ ചിക്കന് എത്ര നമ്മൾ വറുത്താലും ഉള്ളിലൊരു വേറൊരു സ്മെല്ല് എനിക്ക് തോന്നാറുണ്ട് ചില സമയത്ത്. പച്ച പോലത്തെ ഒരു മണമൊക്കെ തോന്നും ചില സമയത്ത് എനിക്ക്. പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. അത് എൻ്റയ ചിക്കനിലും ആ ഫ്ലേവർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് മെയിൻ തിങ് ആൽവിനാണ് ആ മസാല ഇട്ടേക്കുന്നത് കേട്ടോ ചിക്കൻ വറുക്കാൻ വേണ്ടി. അപ്പോൾ ആൽവിൻ്റെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ നല്ല കൈപ്പുണ്യമാണ്. പിന്നെ കറി ആക്കിയത് ഞാനാണ്, പിന്നെ റൈസ് വേവിച്ചതും ഒക്കെ. അപ്പോൾ നമ്മൾ 2 പേരും കൂടി ചെയ്തപ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് വന്നു. ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൽവിനോട് അടിപൊളി ആൽവി, നല്ല ടേസ്റ്റോ ആൽവി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൽവിൻ ചിരിക്കണമായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ആസ്വദിച്ച് അധികം കഴിക്കാറില്ല ഇപ്പോഴേ. പിന്നെ ഫുഡ് ഇങ്ങനെ ആയപ്പോൾ തുടങ്ങി, പ്രഗ്നൻ്റ് ആയപ്പോൾ തുടങ്ങി. ഇതിപ്പോൾ ആഫ്റ്റർ ലോങ് മന്ത്സ്, കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഐ ജസ്റ്റ് റിയലി ഹാഡ് ഇറ്റ്. സന്തോഷത്തോടെ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ റെസിപ്പി ഇടാമെന്ന്. അധികം എണ്ണയില്ലാതെ ഫ്രയറിൽ ചിക്കൻ ചെയ്യുമ്പോൾ അറിയാമല്ലോ, എണ്ണയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അധികം എണ്ണയും വേണ്ട, അറ്റ് ദ സെയിം ടൈം നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ഒരു റെസിപ്പി അതിൻ്റെ ഇടണം എന്നുള്ളത് കേട്ടോ. അത് നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ആൽവിനില്ല. ഞാനിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ സ്റ്റാർസൊക്കെ ഇനിയിപ്പോൾ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഞാനൊരു 3D സ്നോഫ്ലേക്സ് വലുത് ഉണ്ടാക്കാൻ പോണേണ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി ചെറുതല്ലേ, ഒരു വലുത് ഉണ്ടാക്കാൻ പോണേണ്. പിന്നെ പുതിയ ക്രാഫ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ആ ക്രാഫ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. യെസ്, അപ്പോൾ നമ്മളെ ഈ വർഷത്തെ ലാസ്റ്റത്തെ ക്രാഫ്റ്റാണ് ജസ്റ്റ് പോയി. ഈ വർഷത്തെ ഇൻ ദ സെൻസ് നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റിൽ ഇനിയൊരു പുതിയ ഐറ്റം ഞങ്ങൾ ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾക്ക് ഉള്ളത് തന്നെ ചെയ്ത് തീർക്കാനുണ്ട്. ഉള്ളത് തന്നെ എനിക്ക് തോന്നുന്നു ഇനിയും ചെയ്ത് തീർക്കാനുണ്ട്. സോ നമ്മൾ ഇപ്പം എന്തൊക്കെ ഉണ്ടാക്കിയല്ലേ, ക്രിസ്മസ് ബോൾസ് ഉണ്ടാക്കിയില്ല, നമ്മൾ ഏഞ്ചൽസിനെ ഉണ്ടാക്കി, അതേപോലെ സ്നോഫ്ലേക്സ് ഉണ്ടാക്കി, 3D സ്നോഫ്ലേക്സ്, ബിഗ് സ്റ്റാർ, 3D സ്മോൾ ക്രിസ്മസ് ട്രീ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഓൾറെഡി നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾക്ക് ഇനി ചെയ്യാനുള്ളത് ബോട്ടിൽ ആർട്ടും കൂടി ഉണ്ട് കുറച്ച് ചെയ്യാൻ. അതൊക്കെ ചെയ്യാം, അതൊക്കെ ഇൻ ബിറ്റ്വീൻ ചെയ്യാം. ഇത് നമ്മളിതേ ഈ വർഷത്തെ ലാസ്റ്റത്തെയാണ്. ഇപ്പോൾ ജസ്പോയ്ക്ക് ഭയങ്കര സങ്കടം. ജസ്പോയ് പറഞ്ഞ് പെട്ടെന്ന് ക്രിസ്മസ് ആയ പോലെ തോന്നണമെന്ന്. കാരണം നമുക്കിനി 1 വീക്കെൻഡ് കൂടി ഉള്ളൂ, നെക്സ്റ്റ് വീക്കാണല്ലോ ക്രിസ്മസ്. അപ്പം നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. ഈ ക്രിസ്മസ് ട്രീ ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ഇതേപോലത്തെ ഹൈറ്റ് വരും എന്നുള്ളതാണ്. നോക്കി വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് A4 ഷീറ്റ് പേപ്പർ തീർന്നുപോയി കറക്റ്റ്. അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ചെറുത് ഈ സൈസിൽ വരുന്ന ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ അന്ന് ഉണ്ടാക്കിയത് ഈ സൈസാണ്, അതായത് പകുതിയുള്ളൂ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ സൈസിൽ കുറച്ചും കൂടി ഭയങ്കര ഈസി ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ്. നോയുടെ ഫോൾഡിങ് ആൻഡ് ഓൾ. ജസ്റ്റ് ഈ ഒരു ഫോൾഡിങ്ങും, അതായത് ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്താൽ ഇത് 2 ആക്കണം ഫസ്റ്റ്. ഓക്കെ, ചെയ്താലോ നമുക്കെന്നാ? ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഗൈസ്, നമ്മൾക്ക് ഇതുപോലത്തെ ഒരു A4 ഷീറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് 2 ആക്കാം. നമ്മൾക്ക് ഈ പേപ്പർ വേണ്ട, ഈ A4 ഷീറ്റ് പേപ്പർ മാറ്റിട്ട് ഇതുപോലത്തെ 24 ഷീറ്റ്സ് ആണ് വേണ്ടത്. അതായത് ഒരു 12 A4 ഷീറ്റ് പേപ്പേഴ്സ് വേണം ഈ ഒരു ക്രാഫ്റ്റിന്. ഒരു A4 ഷീറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക്
അത് രണ്ടാക്കാൻ പറ്റും അല്ലേ, 2 പേപ്പർ കിട്ടും. ഇതേപോലത്തെ 24 ഷീറ്റ്സ് ഓഫ് പേപ്പറാണ് നമുക്ക് വേണ്ടത്. സോ 24 ഷീറ്റ്സ് ഓഫ് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് കീറി എടുത്തിട്ടുണ്ട്. നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇനി ഇങ്ങനത്തെ ഒരു പേപ്പർ അല്ലേ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, എഗെയിൻ ഫോൾഡ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ദേ ഈ ഒറ്റൊരു ഫോൾഡാണ് നമുക്ക് ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദേ ജസ്റ്റ് പോയി അപ്പുറത്ത് ചെയ്തു. ദേ ഇതേപോലത്തെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാകും. ഭയങ്കര ഈസിയാണ്. ദേ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി മടക്കിയിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഇതേ ഷേപ്പ് നിങ്ങൾ നോക്കി വെച്ചോ, ഈ ഷേപ്പിലുള്ളത് ഒന്ന് വരക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് വരച്ചെടുക്കണം. എന്നിട്ട് നമുക്കത് ട്രേസ് ചെയ്യാം. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ആണ്. ഇതേപോലെ നമുക്കൊന്ന് ട്രേസ് ചെയ്യാം. ആ ഫുള്ള് ലെങ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. മുകളിലോട്ട് വരുമ്പോൾ തിന്നായിട്ട് വന്നിട്ട് കണ്ടോ. ഇനി ഇതെന്ത് ചെയ്യണം, ഇതേപോലെ ബാക്കി എല്ലാ പേപ്പറിലും വരച്ചെടുക്കാം. 24 ഷീറ്റ്സിൽ നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് പോയി കൂടി എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. മോസ്റ്റ് അപ്പോൾ കൊച്ചിനെ കൊണ്ട് കട്ട് ചെയ്യിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇത് കുറച്ച് പണിയാണ് കട്ട് ചെയ്യാൻ. കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. സ്നോ ഫ്ലേക്സ് കട്ട് ചെയ്യണ പോലെയല്ല. സ്നോ ഫ്ലേക്സ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാലും ഭംഗിയായിരിക്കും. പക്ഷെ ഇത് കറക്റ്റ് ആ കേവിൽ കട്ടായില്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് പോയി കുറച്ച് നേരം ഇനി ജസ്റ്റ് പോയുടെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിരിക്കാൻ പോണെയാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. 24 പേപ്പേഴ്സ് വേണം, 24 ഷീറ്റ്സ് വേണം. അതായത് ഇതുപോലത്തെ 24 വേണം. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. എല്ലാം ഇതേപോലെ വരച്ചിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വരച്ച് വെട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൊരു പണിയായിട്ട്. ബാക്കിയൊക്കെ ഭയങ്കര ഈസിയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പോർഷനിലും പിന്നെ ഈ ഒരു പോർഷനിലും ഗ്ലൂ അപ്ലൈ ചെയ്യാം. കണ്ടോ, ഈ 2 സൈഡിലും മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാത്തിലും ഒട്ടിച്ചെടുക്കാം കേട്ടോ. എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലത്ത്. പിന്നെ നമുക്ക് വേറെ 2 സ്ഥലത്തും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്യാനുണ്ട്. ആ 2 സ്ഥലമാണ് ഇത്. കണ്ടോ, ഇവിടെയും ഗ്ലൂ അപ്ലൈ ചെയ്യണം, ഇവിടെയും. നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തത് ഉള്ളിലായിരുന്നു. ഉള്ളിൽ തന്നെ വേറെ സ്ഥലത്തായിരുന്നു കേട്ടോ, അത് മറക്കരുത്. ഉള്ളിൽ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ലീഫിൻ്റെ ഇവിടെയും ലാസ്റ്റ് ഭാഗത്തുമായിരുന്നു. ഇപ്പോൾ പുറത്ത് അപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും ഇവിടെയുമായിട്ടാണ്. അപ്പോൾ 2 സൈഡ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ, മറക്കരുത്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. സോ ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം ഗ്ലൂ. ഇവിടെയും ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം.
ഇത് എല്ലാം മുട്ടിച്ചു, എല്ലാ സ്ഥലത്തും ഒടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാം, ഐ മീൻ ഒന്ന് വെക്കണം, ഒന്ന് ഫുൾ ഡ്രൈ ആവാൻ വേണ്ടി കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങളുടെ ഫാമിലി പ്രെയർ കഴിഞ്ഞു, ഫുഡ് കഴിച്ചു, എല്ലാം കഴിഞ്ഞു. പിന്നെ ഇത് ഫൈനൽ സ്റ്റെപ്പാണ് ഞാൻ കാണിക്കാൻ പോണത്. എന്താ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഒട്ടിക്കണം, ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യാം. നേരത്തെ കാണിച്ച പോലെ തന്നെ മുകളിലും Yes, boy. Final part. Oh, I'm excited. So I'm gonna just open this. Please look good. Why are you telling this way? Teacher or Vicha? Teacher. Teacher. Icha and Icha. Oh. അങ്ങനെ അടിപൊളി ഒരു ആർട്ട് പീസും കൂടി റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇതിനോട് ഒട്ടണം. ടടാ, ഇറ്റ്സ് റെഡി. അപ്പോൾ ആ ഒരു ഗ്ലൂ ഒന്ന് ഒട്ടാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത് കേട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ക്രിസ്മസ് ട്രീ. ശരിക്കും A4 ഷീറ്റ് പേപ്പറിൻ്റെ അതേ സൈസിൽ ഇത്രയും വലുത് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ അടുത്ത് ഇവിടെ തീർന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തത്. പക്ഷെ ഇതും പ്രിട്ടിയാണ്, കാരണം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീയുടെ സൈസ് നോക്കിക്കേ, അത് ചെറുതല്ലേ. അപ്പൊ ഇതാവുമ്പോൾ നമുക്കൊരു ടേബിളിൽ എവിടെയെങ്കിലും ഒക്കെ വെക്കാം. പറ്റുമെങ്കിൽ ഒന്ന് ഒരു ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തത് നല്ലതായിരിക്കും ഇതിന്റെ ഈ ഒരു ഇതിന്റെ ഒരു ടിപ്പിന്റെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് ടേബിളിലൊക്കെ വെക്കാം. ഞാൻ വിചാരിച്ചേക്കണത് ഒരു ടേബിളിൽ ഇങ്ങനെ കുറച്ച് ക്രിസ്മസ് ഡെക്കോർ സെറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. യെസ്, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇന്നത്തെ വ്ളോഗ് കംപ്ലീറ്റ്ലി ഇറ്റ് വാസ് അബൌട്ട് ദിസ് ക്രാഫ്റ്റ് വൺ. പിന്നെ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച്, ഞാൻ ഉണ്ടാക്കിയ സ്റ്റാർസ് ഒക്കെ കാണിച്ചു. പിന്നെ നമ്മൾ ഇന്ന് അടിപൊളി ബിരിയാണി ഉണ്ടാക്കി. അല്ല എസ് ബോയ്ക്ക് ബിരിയാണി അങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ വീട്ടിൽ ഡാഡി ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, ഡാഡിയും മമ്മി ഉണ്ടാക്കുന്ന ബിരിയാണി. ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണി ഇഷ്ടപ്പെട്ട് തുടങ്ങി അല്ലേ, മമ്മി ഡാഡി ഉണ്ടാക്കുന്ന ബിരിയാണി ഇഷ്ടപ്പെട്ടില്ലേ. സോ thanks for watching, guys. Hope you like this video. Please do like, comment, share and subscribe. Yeah, please do subscribe and support us. Thanks for watching. See you next time. Bye bye.